ചതയ നക്ഷത്രക്കാർക്ക് ഇത് 4-ാം ഭാവത്തിലും 5-ാം ഭാവത്തിലും ആയിരിക്കും. ചൊവ്വ ജൂൺ 7 വരെ കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഇത് ഊർജ്ജം, ധൈര്യം, നിശ്ചയദാർഢ്യം, നേതൃത്വ ഗുണങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുന്നു. ചതയ നക്ഷത്രക്കാർക്ക് ഇത് 7-ാം ഭാവത്തിൽ വരുന്നു. ഇത് ബന്ധങ്ങളെ ചില വെല്ലുവിളികളും ഉണ്ടാക്കും. വ്യാഴം ജൂൺ 9 തിങ്കളാഴ്ച വൈകുന്നേരം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. അതിനാൽ ഈ കാലഘട്ടം പൊതുവെ വളരെ അനുകൂലമായിരിക്കും. വൈകാരിക വളർച്ച, ആന്തരിക സമാധാനം, ബന്ധങ്ങളിലെ അടുപ്പം എന്നിവ വർദ്ധിക്കും. ചതയ നക്ഷത്രക്കാർക്ക് ഇത് 6-ാം ഭാവത്തിൽ വരുന്നതിനാൽ ആരോഗ്യം, കടം, ശത്രുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. 2025 മാർച്ച് 29 മുതൽ 2027 ജൂൺ 3 വരെ ശനി മീനൻ രാശിയിൽ തുടരുന്നുണ്ട്. ഇത് ഉത്തരവാദിത്തങ്ങൾ, അച്ചടക്കം, ദീർഘകാല ആസൂത്രണം എന്നിവയെ സൂചിപ്പിക്കുന്നു. ചതയ നക്ഷത്രക്കാർക്ക് ഇത് 2-ാം ഭാവത്തിൽ വരുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും സംസാരത്തിൽ നിയന്ത്രണവും ആവശ്യമാണ്. രാഹു 2025 മെയ് 18 മുതൽ കുംഭൻ രാശിയിൽ തുടരുന്നു. ഇത് വ്യക്തി ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങളും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2025 മെയ് 18 മുതൽ കേതു ചിങ്ങൻ രാശിയിൽ തുടരുന്നുണ്ട്. ഇത് പങ്കാളിത്ത ബന്ധങ്ങളിൽ ആത്മീയ കാഴ്ചപ്പാടുകളും ആഴത്തിലുള്ള ചിന്തയും വർദ്ധിപ്പിക്കും. ചതയ നക്ഷത്രക്കാർക്ക് 2025 ജൂൺ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നതായി കാണാം. മാസത്തിൻ്റെ 2-ാം പകുതി കൂടുതൽ അനുകൂലമായിരിക്കും. ഈ കാലയളവിൽ പുതിയ കാര്യങ്ങളിൽ ആകർഷിക്കപ്പെടുകയും യുക്തിചിന്ത വർദ്ധിക്കുകയും ഭൗതിക കാര്യങ്ങളിൽ താല്പര്യം കൂടുകയും ചെയ്യും. തടസ്സപ്പെട്ട വരുമാനം വർദ്ധിക്കാനും തൊഴിൽ ചെയ്യുന്നവരുടെ ശമ്പളം വർദ്ധിക്കാനും ഇടയുണ്ട്.